എൻ്റെ കസിന് സിനിമോളെ ബർത്ത്ഡേ ഉണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് തറവാട്ടിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ മാക്സിമം തന്നെ ഉണ്ടോ തറവാട്ടിലെത്തി. പിന്നെ എൻ്റെ സ്വത്തുമണി അങ്ങോട്ടും കൂടെ ഓടി കളിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ എത്തിയാൽ. പിന്നെ അതേ നമ്മളെ മോളി അളിയാക്കി എത്തിയിട്ടുണ്ടായിരുന്നു. ഓലാണെന്നുണ്ടെങ്കിൽ പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് പിന്നെ സർപ്രൈസ് ചെയ്യൽ കുറച്ച് കൂടുതലാണ് ഗൈസ്. എപ്പോഴും അങ്ങനെയാണ്, പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് കേട്ടോ കയറി വരല്. പിന്നെ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടായിരുന്നല്ലോ, ആ സംഭവം ഒന്ന് ജസ്റ്റ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. ഓൾക്കും നല്ല സെറ്റായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മോനും അമ്മായിയും ഓലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഫാമിലിയിലുള്ള ഏറെക്കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമോൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. ഓളെ ഡ്രസ്സ് പുതിയതാണ് കേട്ടോ ഗൈസ്. ഓളമ്മച്ചി എടുത്തു കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതേ കുഞ്ഞമ്മക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടി കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൂടെ നിൽക്കാൻ ഞാൻ നിൽക്കണില്ല പറഞ്ഞു. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി തള്ളി വിട്ട് ഗൈസ്. അങ്ങനെ അവിടെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കാൻ നിന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇട്ടിട്ടല്ലേ പോയിക്കണ്. അതൊക്കെ ഇട്ട് കണ്ട് അവിടെ കയറി നിൽക്കാൻ പറ്റുമോ ഗൈസ്? എന്തായിരുന്നില്ലേ, മനുഷ്യന്മാർ കാണൂലേ. അതുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് ചുരിദാർ ഇട്ടാൽ മതി. ഇനി ഞാൻ എല്ലാവരും വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഗൈസ് എല്ലാവരും വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നിന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് അതാണ് കേട്ടോ ഗൈസ് ഞങ്ങളെ അമ്മ. അപ്പം ഇന്ന് ബറാത്ത ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ശർക്കര ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തറവാട്ടിലിട്ടോ ഗൈസ്. നമ്മൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേന് ഉമ്മമ്മ പിന്നെ അങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പിന്നെ അവിടെ പോയി മധുരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ അളയാക്കാൻ്റെ മടിയിലിരുന്നിട്ട് കാർട്ടൂൺ കാണാൻ കേട്ടോ. അപ്പോൾ അവനക്ക് അവിടെ കൊണ്ടുപോയി കേക്ക് കൊടുക്കുന്നുണ്ട്. ചങ്ങായി ഒന്നും അറിയണില്ല, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവന് പിന്നെ കാർട്ടൂൺ കണ്ടാൽ പിന്നെ അത് മതി. പുറത്തുള്ള ലോകത്ത് എന്താ നടക്കണമെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരാളായിക്കോളും ചങ്ങായിട്ടോ. പിന്നെ അവൾക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോന്നു. കാരണം ഇപ്പോൾ വീട്ടിലെത്തിക്കുന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളെ അമ്മോൻ്റെ വൈഫ് അമ്മായി കേട്ടോ. അങ്ങനെ അമ്മായിയും കേക്ക് കൊടുത്തു. പിന്നെ അത് നമ്മളെ വലിയ കുഞ്ഞാമ്മ ഉണ്ടത്. അപ്പോൾ ആ കുഞ്ഞാമ്മയും കേക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിന് മോളി ഓളും കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് കേക്ക് തിന്ന് വയറ് നിറക്കുക ഗൈസ്. അങ്ങനെയാണല്ലോ അല്ലേ, ഏതെല്ലാ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിക്കാറല്ലേ. പിന്നെ അതിൻ്റെ സ്വത്തുമണ്ണി അടുത്ത് കുഞ്ഞാമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഓന് കേക്കൊക്കെ കൊടുത്തു. ഓനോട് കുറേ പറഞ്ഞു ഓൾക്ക് കൊടുക്കാറുണ്ട്, കൊടുക്കണില്ല കേട്ടോ. കുറേ നിർബന്ധിച്ചിട്ടാണ് പിന്നെ മുപ്പരാക്ക ലാസ്റ്റ് കൊടുക്കാമെന്ന് സമ്മതിച്ചത് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ കൊടുത്തിട്ടോ. അങ്ങനെ കൊടുത്തുകാണ്ട് ചെറിയ പീസൊക്കെ കൊടുത്തുകൊണ്ട് ബാക്കി ഒന്നനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മനും കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.